ഒന്നും പറയാനില്ല. യെസ്, പിന്നെ പലരും പല പോസ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്. 6 ടൈപ്പ് വ്യത്യസ്തമായിട്ടുള്ള ബീറുകൾ നമുക്ക് കാണാൻ സാധിക്കണം. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ബീറുകളുണ്ട്. ഈ ബിൽഡിംഗ് മൊത്തം ബീർ പ്രിയക്കാർക്കുള്ളതാണ്. ദനാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. സമയം 3:15 പക്ഷെ നോക്കിയാൽ ഒരു 6-7 മണിയായ പ്രതീതിയാണ് കേട്ടോ. ഇവിടുത്തെ സോസേജുകൾ ഒന്നും പറയാനില്ല. വിയറ്റ്നാമി സോസേജിന്റെ പ്രത്യേകതയാണ് ചില രീതിയിലുള്ള സോസേജുകൾ. അതുപോലെ തന്നെ ബാർബിക്യൂസ്, ഇതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവം. ഒരു പന്നിക്കുഞ്ഞിനെ ഗ്രില്ല് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് വീണത്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും കാണാൻ പറ്റണില്ല. നമ്മൾ മഴ കാരണം വീണ്ടും മറ്റൊരു ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കയറുന്നു. നമ്മുടെ കൂട്ടത്തിൽ വളരെയധികം ബിയർ ഇഷ്ടമുള്ള ഒരു ചേച്ചി സ്വന്തമായിട്ടൊരു കുപ്പി ബിയർ കുടിക്കാൻ പോകുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ബിയർ ബോട്ടിലുകളുടെ ഒക്കെ മോഡലുകൾ വെച്ചിട്ടുണ്ട്. അല്ലാണ്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ബിയറുകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കൂപ്പൺ ഉള്ളതിന്റെ പേരിൽ നമുക്ക് ഇവിടെ നിന്ന് ബിയറൊക്കെ കഴിക്കാവുന്നതാണ്. പലതരത്തിലുള്ള ബിയർ, അത് ഏതൊക്കെ ധാന്യം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, യൂണിക്സ് മാൾട്ട് ബിയർ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. ഡാർക്ക് കാരമൽ മാൾട്ട്, ഇത് കണ്ടില്ലേ, ഡിഫറെന്റ് ആയിട്ടുള്ള ഗോതമ്പ് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബിൽഡിംഗ് മൊത്തം ബിയർ പ്രിയക്കാർക്കുള്ളതാണ്. താഴെ അതിൻ്റെ യൂണിറ്റുകൾ, അത് ഉണ്ടാക്കുന്ന മെഷീൻസ്, സംഭവങ്ങളൊക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ എത്തുമെന്ന് പറഞ്ഞാൽ ബിയറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വ്യത്യസ്തമായിട്ടുള്ള ബിയറുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതിനുള്ള നമുക്ക് ടിക്കറ്റൊക്കെ അവിടെ നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ബിയറുകളുണ്ട്. മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ പുതുമയുള്ള കാഴ്ചകൾ, അനുഭവങ്ങളൊക്കെ നിങ്ങളിലേക്ക് കാണിക്കുന്നതാണ് കേട്ടോ. അത്തരത്തിൽ പുതുമയുള്ള ബിയറുകളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. വലിയ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇവിടെ താഴെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പെപ്സി, കോള, 7up എന്നൊക്കെ പറയുന്ന പോലെ ബിയറുകളിൽ തന്നെ ആ പ്രത്യേകതകൾ ഇവിടെ തന്നെ നമുക്ക് 6 ടൈപ്പ് വ്യത്യസ്തമായിട്ടുള്ള ബിയറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ആ ഗോതമ്പിന്റെ വ്യത്യാസവും അതുപോലെ തന്നെ അത് പ്രോസസ് ചെയ്യുന്ന രീതി അതിനൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബോട്ടിലുകളൊക്കെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അല്ലാതെ തന്നെ നമുക്കത് ലൂസായിട്ട് നമുക്ക് ഓരോ ഗ്ലാസ് ഒക്കെ ആയിട്ട് മേടിച്ച് കഴിക്കാനും സാധിക്കും. അപ്പോൾ ബിയർ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും. ഒപ്പം തന്നെ മെനു അനുസരിച്ചിട്ട് നമുക്ക് പുതുമയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പിസ്സ, ഫ്രഞ്ച് ഫ്രൈസ് പോലുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ഞാൻ പിന്നെ പുറത്ത് മഴ കാരണം കൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത്. പുറത്ത് അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ലോകത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബ്രിഡ്ജിന്റെ മുകളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. വിയറ്റ്നാമിലെ ഗോൾഡൻ ബ്രിഡ്ജ്. ഇതേ കണ്ടില്ലേ, 2 കൈകളിൽ തൂക്കിപ്പിടിച്ച്, അതായത് സുരക്ഷിതമായിട്ട് നിൽക്കുന്ന ബ്രിഡ്ജ്. ഗോൾഡൻ കളറിലുള്ളത്, അതിൻ്റെ പേരിലാണ് ഗോൾഡൻ ബ്രിഡ്ജ്. കൈകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന ഒരു ബ്രിഡ്ജ്, ഗോൾഡൻ ബ്രിഡ്ജ്. ഇത് കാണാനാണ് ലോകത്തിൻ്റെ എല്ലാ വശത്തു നിന്നുള്ള സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത്. വിയറ്റ്നാമിലെ ദനാങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഞാനൊരു ഗ്രൂപ്പിനോടൊപ്പം വന്നതാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം വിയറ്റ്നാം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് 2018 ഈ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്തത്. 2018 വലിയ ഒരു മലയുടെ മുകളിൽ. ഏതാണ്ട് ഇത് പറയുമ്പോൾ ഒരുപാട് നടക്കാനൊന്നുമില്ല, 150 മീറ്ററേ ഉള്ളൂ ഈ ബ്രിഡ്ജിൻ്റെ. ശരിക്കും കർവായിട്ട് വലിയ ഇരുമ്പ് പില്ലറുകളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടി സ്റ്റാച്ചു, അതായത് ഇങ്ങനെ കൈകളിൽ തൂക്കി പിടിച്ചേക്കണ ഒരു ഫീല് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒന്നും പറയാനില്ല. ക്ലൈമറ്റ് ഓരോ 5-10 മിനിറ്റിലും ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നവർക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്ലാഗ്, ആ പല രാജ്യങ്ങളിലെ ഫ്ലാഗുകളുണ്ട്. നമുക്ക് ആവശ്യമെങ്കിൽ ആ ഫ്ലാഗുകളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഫോട്ടോസ് എടുക്കാം. ഇവിടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഇല്ല, അപ്പോൾ അപ്പുറത്താണ് ഇന്ത്യൻ്റെ ഫ്ലാഗ് എല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് മനോഹരമായിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കുക, ഇതാണ് എല്ലാവരും മനസ്സിലുള്ളത്. ചുറ്റോട് ചുറ്റുമുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഫുള്ള് മലനിരകൾ. ആ മലനിരകൾക്ക് താഴെ ക്ലൗഡ്സ്, കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതേ കണ്ടില്ലേ, കോട പോണ കാഴ്ചകൾ നോക്കിയേ, ഇതേ കണ്ടില്ലേ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതൊക്കെ ആസ്വദിച്ച് കുറച്ച് സമയം ഇവിടെ ചെലവഴിക്കുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ഡേ വേണം ഇതൊക്കെ കണ്ട് തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ദിവസം കണ്ടു കഴിഞ്ഞാലൊന്നും മതിയാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇവിടെ ബാണ ഹിൽസിൽ സ്റ്റേ ചെയ്യണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് ഒരു ദിവസം കൂടിയൊക്കെ നിന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. മാറി വരുന്ന മഴയും വെയിലൊക്കെ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിക്കുമ്പോൾ ബ്രിഡ്ജ് മേലിൽ ഒന്നുകൂടി തിരിക്കണ ക്യാമറ ഇതൊക്കെ കണ്ടില്ല. വീണ്ടും നമ്മളുടെ അങ്ങോട്ടുള്ള യാത്ര എന്താല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എത്രയും നല്ല ശില്പികളും ഉണ്ട്, അതുപോലെ മലകളും ഉണ്ട്, പാലങ്ങളൊക്കെ നമുക്ക് എത്രയും ഉണ്ടാക്കാൻ സാധിക്കും. ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കണ കാഴ്ച ഒന്നും പറയാനില്ല കേട്ടോ. ഇപ്പം തന്നെ ഞാനൊരു 6 റൗണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല. ഒരു 1.5 ഫീലാണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫുൾ തയ്യാറെടുപ്പ്. ഇതേ റിഫ്ലക്ടറൊക്കെ കൊണ്ടിട്ടാണ് പല ചേച്ചിമാരൊക്കെ വന്നേക്കണത്, ഫോട്ടോസ് എടുക്കണത് കാണാം. യെസ്, പിന്നെ പലരും പല പോസുകളൊക്കെ പ്ലാൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല. യെസ്, അപ്പോൾ ഇതാണ് വിയറ്റ്നാമിലെ ദനാങ്ങിൽ നിന്നുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ. അടുത്തുള്ള ബ്രിഡ്ജുകൾ എന്നൊക്കെ പറഞ്ഞാൽ, അടുത്തുള്ള ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ളതാണ്. കാരണം നിർമ്മാണ രീതികളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തും. ഓരോ ഗല്ലികളും നമ്മൾ അതിശയപ്പെടുത്തും. ഒന്നും പറയാനില്ല. യെസ്, അപ്പോൾ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുന്നു. താഴെ പലതരത്തിലുള്ള ഗാർഡനുകളെല്ലാം ഉണ്ട് കേട്ടോ. ഫ്ലവർ ഗാർഡൻ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മഴ കാരണം അതങ്ങോട്ട് പകർത്തുന്നില്ല. താഴെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കി, പണ്ടൊക്കെ വിയറ്റ്നാം എന്ന് പറയുമ്പോൾ ഒരു ദരിദ്ര രാജ്യം എന്നുള്ളൊരു ഫീലായിരുന്നു കേട്ടോ. പക്ഷെ വിയറ്റ്നാമിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ രാജ്യത്തിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കും. ഒരുപാട് പോരടിച്ച് നേടിയ സ്വാതന്ത്ര്യം ഇന്നുകളിൽ അവർ ആ രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുകയാണ്. ലോകത്തിനെ മൊത്തം അവരിങ്ങോട്ട് മാടി പിടിക്കുന്ന രീതിയിൽ അവരുടെ പ്രകൃതി സൗന്ദര്യം നാൾക്ക് പുതിയ രീതിയിൽ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇതൊന്നുമല്ല, നമ്മൾ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള, ഇത്ര അധികം പോപ്പുലേഷനുള്ള ഇത്രയും വലിയൊരു രാജ്യം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. നമ്മളിപ്പോൾ തന്നെ ഒരുപാട് വൈകി കഴിഞ്ഞു. നമ്മുടെ അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്കയും മാൽദീവ്സും അടുത്തുള്ള മറ്റു രാജ്യങ്ങളൊക്കെ ടൂറിസത്തിലൂടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യുമ്പോൾ നമ്മളിപ്പോഴും കിട്ടുന്നതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ്. അതിൽ നിന്നൊക്കെ മാറണം. ലോകം മൊത്തം നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക്, നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തണം. അതിന് മാത്രം കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്ത് ഒരാൾക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത, ചിന്തിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ. ഉദാഹരണത്തിന് നമ്മുടെ ലേ ലഡാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടറബിൾ വേ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ കേരളത്തിന് തനതായിട്ടുള്ള പാരമ്പര്യം, ഒരുപാട് കലകൾ, എന്തെല്ലാം ഭക്ഷണങ്ങൾ, അങ്ങനെ തുടങ്ങി എന്തെല്ലാം ഒന്നിലും നമുക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പൊ ദൈവത്തിന്റെ കൈകളിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ, ഈ ഗോൾഡൻ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ നാടിന്റെ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ടൂറിസം സാധ്യതകളൊക്കെ എന്റെ മുന്നിൽ കാണുന്നു. ഇപ്പോഴത്തെ ഗവൺമെന്റും വരുന്ന ഗവൺമെന്റുകളൊക്കെ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിക്കട്ടെ. നമ്മുടെ ചിന്തകളിലും മറ്റുമെല്ലാം തന്നെ അങ്ങനത്തെ ഒരു പുരോഗതിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തൽക്കാലം ദനാങ്ങിൽ നിന്നുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും വിയറ്റ്നാമിലെ ദനാങ്ങിലെ ഗോൾഡൻ ബ്രിഡ്ജിലെ ദൈവത്തിന്റെ കൈകളിൽ നിന്നും ബൈ. ഞാൻ ഹാരിസ് സമീർ അലി, എന്റെ സ്വന്തം നാടായ മാളയിലല്ല, വിയറ്റ്നാമില്. ഇതുപോലെ എനിക്ക് എന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് എനിക്ക് ലോകത്തോട് പറയാൻ പറ്റണം, ഇതുപോലുള്ള സൃഷ്ടികളൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നെ പോലുള്ള വ്ളോഗേഴ്സ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലെത്തിയതിനു ശേഷം അവർ പറയണം, ഞാൻ കേരളത്തിന്റെ, ഇന്ത്യയുടെ അത്ഭുതങ്ങളുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്ന്.
അത്തരമുള്ള വീഡിയോസ് കാണാനായി അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ബൈ.